ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +2 പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനകീയ പ്രസ്ഥാനങ്ങൾ എന്ന പാഠഭാഗമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന ഭാഗമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട പലതരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മുടെ രാജ്യം ശ്രമിച്ചെങ്കിലും ദീർഘകാലം കോൺഗ്രസും പിന്നീട് കോൺഗ്രസ് ഇതര പാർട്ടികളുമൊക്കെ ഇന്ത്യ ഭരിച്ചെങ്കിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവരുടേതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയാത്തതുകൊണ്ട് രൂപപ്പെട്ട ജനകീയ പ്രശ്നങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെങ്കിൽ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. പ്രധാനമായും ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാദേശിക അഭിലാഷങ്ങൾ മൂലം സംജാതമാകുന്ന സംഘർഷങ്ങളെക്കുറിച്ചാണ്. രണ്ടാമത്തേത് ഈ സംഘർഷങ്ങളോടും വെല്ലുവിളികളോടുമുള്ള ഇന്ത്യയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന്. 3. ജനാധിപത്യ അവകാശങ്ങളും ദേശീയ ഐക്യവും സമന്വയിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. 4. ഇന്ത്യയെപ്പോലുള്ള ജനാധിപത്യ രാജ്യത്തിൽ നാനാത്വത്തിൽ ഏകത്വം അഥവാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി സാധ്യമാക്കുന്നത് വഴി നാം മനസ്സിലാക്കുന്ന പാഠങ്ങൾ. ആദ്യം നമുക്ക് പ്രദേശവും രാഷ്ട്രവും, റീജിയൻ ആൻഡ് നാഷൻ. 1980-കളിൽ ആസാം, പഞ്ചാബ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. സ്വയംഭരണ അവകാശത്തിന് വേണ്ടിയുള്ള ആവശ്യമാണ് അവിടെ സായുധ കലാപങ്ങളായി മാറിയത്. കേന്ദ്ര ഗവൺമെൻറ്റും ആ പ്രദേശത്തുള്ള പ്രാദേശികവാദികളും തമ്മിൽ ചർച്ചയിലൂടെ സമവായത്തിലെത്തി പ്രാദേശികവാസികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പരിഹരിക്കുക എളുപ്പമായിരുന്നില്ല. പലപ്പോഴും ഇത് അക്രമങ്ങൾക്കും പോരാട്ടങ്ങൾക്കും കാരണമായി. ഈ പ്രാദേശിക വിഷയങ്ങളിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട്. വിവിധ പ്രാദേശിക ഭാഷാ സമൂഹങ്ങളുടെ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും നിഷേധിച്ചിരുന്നില്ല. ഭരണഘടനയിൽ തന്നെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട്. വിവിധ സമൂഹങ്ങളുടെ സവിശേഷതകൾ മുൻനിർത്തി ഐക്യത്തോടെയുള്ള സാമൂഹ്യ ജീവിതമാണ് ഭരണഘടന ലക്ഷ്യം വയ്ക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യൻ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നത്. ഏകത്വത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും ആശയങ്ങളും ജീവിതശൈലികളും ഒരുമിപ്പിച്ച് കൊണ്ടുപോവേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് സഹിഷ്ണുതാപൂർവം ഉൾക്കൊള്ളേണ്ടതുണ്ട്. വൈവിധ്യങ്ങളോട് ജനാധിപത്യപരമായ സമീപനമാണ് നമ്മുടെ രാജ്യം കൈക്കൊള്ളുന്നത്. പ്രാദേശികമായ ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് ദേശീയതയ്ക്ക് വിരുദ്ധമായി കാണാതെ അവയ്ക്ക് ആവശ്യമായ പരിഗണനയും സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുകയുമാണ് ചെയ്യേണ്ടത്. സ്വന്തം വ്യക്തിത്വം നിലനിർത്താനുള്ള അവകാശം ജനാധിപത്യത്തിലുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ പ്രാദേശികതയെ ശക്തിപ്പെടുത്തുന്ന സ്വാഭാവികമാണ്. പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് സംഘർഷത്തിൽ കലാശിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാർ കൈക്കൊള്ളണം. ദേശീയ ഐക്യത്തെ ബലി കഴിക്കാതെ പ്രാദേശിക ആവശ്യങ്ങളും അഭിലാഷങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പ്രാദേശിക പ്രശ്നങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയാൽ രാജ്യത്തിൻ്റെ വിശാലമായ താൽപ്പര്യങ്ങൾ അപകടത്തിലാവുകയും ചെയ്യും. അസന്തുലിതമായ വികസനം രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും ദേശവിരുദ്ധ ചിന്തകൾക്കും ഹേതുവാണ്. വൈവിധ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം നിലനിർത്തേണ്ടതുണ്ട്. ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ലാസ്റ്റ് ക്ലാസ് we discussed about popular movements. Now we are going to discuss about 8th unit, regional aspirations. In this chapter we discusses the factors that contribute towards tension due to regional aspirations, India's response to these tensions and challenges. Third, difficulties in balancing democratic rights with national unity. Fourth one, lessons we learn from achieving unity with diversity in a democratic country like India. Region and the nation. In 1980, Assam, Punjab, Mizoram and Jammu Kashmir had created problems for the Indian Union. During this period, the regional aspiration for autonomy was coming up. Even armed struggle had to be settled in some areas. Negotiated settlements between the central government and the region groups were reached through dialogue. Setting contentious issues within the framework of constitution was far from easy. Often it turned violent and tumultuous, but in the end victory was ours.
India's approach. The Indian constitution never denies the rights of different regions and linguistic groups. They have every right to retain their culture without losing distinctive nature of individual groups. We have to live a united social life. We have to balance the principle of unity and diversity. We in India have a democratic approach to diversity. If people express their regional aspirations, it is never considered anti national. Democracy allows people to maintain their identity. Regional aspirations get strengthened in democratic politics, and regional problems have to be solved. When regional problems came up, tension may result. Without sacrificing national unity, regional needs and aspirations must be protected. If all importance is given to regional needs, we may turn blind to the larger interests of the nation. Political conflicts over power of the regions are common, but with due respect to diversity, we have to retain unity. National integration activities deserve much importance. സംഘർഷ മേഖലകൾ. സ്വാതന്ത്ര്യം കിട്ടിയതോടെ ഏറ്റുമുട്ടലുകളുടെ ചരിത്രവും ഇന്ത്യയിൽ ആരംഭിച്ചു. ഇന്ന് തന്നെ ഇപ്പം നമ്മൾ പത്രം വായിക്കുമ്പോൾ വയനാട്ടിൽ ഒരു മാവോയിസ്റ്റ് വെടിയേറ്റ് മരിച്ച വാർത്ത നമ്മൾ വായിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് സ്വാതന്ത്ര്യം ലഭിച്ച അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രാജ്യത്തിൻ്റെ വിഭജനം കഴിഞ്ഞുള്ള പൊരുത്തപ്പെടൽ, പുനരധിവസിപ്പിക്കൽ, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനുമായി സംയോജിപ്പിക്കൽ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചതായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഒരു ഏകീകൃത രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് അധികകാലം മുന്നോട്ട് കഴിയില്ലെന്ന് പലരും നിരീക്ഷിച്ചിരുന്നു. ജമ്മു കാശ്മീരിലെയും നാഗാലാൻഡിലെയും പ്രശ്നങ്ങൾ അങ്ങേയറ്റം സങ്കീർണമായിരുന്നു. അത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒന്നായിരുന്നില്ല. പഞ്ചാബിലും ആസാമിലും മിസോറാമിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വടക്ക് കിഴക്കൻ മേഖല ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ വിസമ്മതിച്ചു. നാഗാലാൻഡും മിസോറാമും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമങ്ങൾ നടത്തി. ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ രാഷ്ട്രം എന്ന ചിന്ത ഒരു വേളയിലുണ്ടായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പൊതുയോഗങ്ങളും ചർച്ചകളും നടന്നു. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ പടർന്നു പിടിച്ചു. ഇന്ത്യയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കണമെന്ന് ഉത്തരേന്ത്യയിലെ ഹിന്ദി പ്രേമികൾ ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങളുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കരുതെന്ന് ദക്ഷിണേന്ത്യയിലെ ഹിന്ദി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ മുന്നറിയിപ്പ് നൽകി. പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവർ ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന് തന്നെ ആവശ്യപ്പെട്ടു. 1966 പഞ്ചാബിനെ പഞ്ചാബ്, ഹരിയാന എന്നീ 2 സംസ്ഥാനങ്ങളായി വിഭജിച്ച് പ്രശ്നം പരിഹരിച്ചു. 1980 പഞ്ചാബിൽ ഖലിസ്ഥാൻ രാഷ്ട്രം എന്ന വാദം ഉയർന്നു വന്നു. ഏരിയാസ് ഓഫ് ടെൻഷൻ came along with the independence. India had to cope with partition, displacement, integration of princely states into the Indian Union, states reorganization on linguistic basis, Jammu and Kashmir issues, etc. came on after the other. Many observers within and without even predicted that India could not last long as a single country. The issues in Kashmir and Nagaland was highly complex one. It could not be solved at a shot. New challenges came up from Punjab, Assam and Mizoram. On the northeast, there was no consensus about becoming part of the Indian Union. Nagaland and Mizoram demanded separation from India. Even in south, there was for some times the idea of Dravid country. Agitation over demand for formation of linguistic states came from Andhra Pradesh, Karnataka, Maharashtra and Gujarat. Anti-Hindi demonstrations were widespread in the southern, especially in Tamil Nadu. In the north, pro-Hindi agitations demanded that Hindi should be the official language in India. In the south, the agitations was anti-Hindi. They said Hindi should not be imposed on the South Indians. The Punjabi-speaking people had been demanding separate state for people who spoke Punjabi. Their demand was met when the state of Punjab and Haryana were formed in 1966. Later on, 3 more states were formed: Chhattisgarh, Jharkhand and Uttaranchal. In 1980, demand for Khalistan came up. Just like these, several issues aroused from different parts of the country. Some of the issues are still remaining. Today we can read a news in our newspaper.
A Maoist shot dead in Wayanad last day. Just like the issues are general in our democratic country. ജമ്മു കാശ്മീർ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിശബ്ദമാക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. അവിടുത്തെ പ്രോബ്ലംസ് എന്താണ് എന്ന് വിശദമായി നമ്മൾ പരിശോധിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ജമ്മു ആൻഡ് കാശ്മീർ. മാപ്പിൽ കാണുന്ന പോലെ തന്നെ ഇത് 3 മേഖലകളാണ്: ജമ്മു, കാശ്മീർ, ലഡാക്ക്. കാശ്മീർ ഭാഷ സംസാരിക്കുന്ന കാശ്മീർ മേഖലയിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അവിടെ കാശ്മീരി ഭാഷ സംസാരിക്കുന്ന ഹിന്ദുക്കൾ കുറവാണ്. കുന്നുകളും സമതലങ്ങളോടും കൂടിയ പ്രകൃതി രമണീയമായ പ്രദേശമാണ് ജമ്മു. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഒക്കെ വസിക്കുന്നുണ്ട്. അവർ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നു. ജനവാസം താരതമ്യേന കുറഞ്ഞ ഒരു പർവ്വത പ്രദേശമാണ് ലഡാക്ക്. ബുദ്ധമതക്കാരും മുസ്ലിങ്ങളുമാണ് ഇവിടുത്തെ അന്തേവാസികൾ. കാശ്മീരിയത്ത് എന്നറിയപ്പെടുന്ന കാശ്മീർ സ്വത്വമാണ് കാശ്മീർ പ്രശ്നത്തിൻ്റെ കാതൽ. അത് കാശ്മീരി തനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കാശ്മീർ നാട്ടുരാജ്യമായിരുന്നു. കാശ്മീർ പ്രശ്നം ശരിയായി മനസ്സിലാക്കുന്നതിന് പഴയ കാലങ്ങൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജമ്മു കാശ്മീർ. Today the one of the important issues remaining in India is in Jammu and Kashmir. As we seen in the picture, Jammu and Kashmir is a 3 social and political regions. One is Jammu, Kashmir, and another is Ladakh. The Kashmiri speaking people of Kashmiri Valley are mostly Muslims, with a minority of Kashmiri speaking Hindus. Jammu has a happy blending of hills and plains. Hindus, Muslims, and Sikhs inhabit this region speaking different languages. The Ladakh region is mostly mountainous with a sparse population consisting of Buddhists and Muslims. The Kashmiri issue involves Kashmiri identity called Kashmiriyat. Let us look at the problem in detail right from the time it was princely state. കാശ്മീർ പ്രശ്നത്തിൻ്റെ വേരുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹരി സിംഗ് എന്ന രാജാവിൻ്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്നു സ്വതന്ത്ര സമയത്ത് കാശ്മീർ. കാശ്മീർ സ്വതന്ത്ര രാജ്യമായി തുടരാനുള്ള താല്പര്യമാണ് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണ സമയത്ത് അവിടുത്തെ രാജാവിൽ നിന്ന് മനസ്സിലായി. ഹിന്ദു രാജാവായ ഹരിസിംഗ് കാശ്മീർ സ്വതന്ത്ര നാട്ടുരാജ്യമായി തുടരുന്നതിന് വേണ്ടിയുള്ള ധാരണയുണ്ടാക്കാൻ ഇന്ത്യയും പാകിസ്ഥാനുമായി അദ്ദേഹം ആ സമയത്ത് ചർച്ചകൾ നടത്തിയിരുന്നു. കാശ്മീരികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നതിനാൽ കാശ്മീർ തങ്ങളുടേതാണെന്ന തോന്നൽ പാകിസ്ഥാൻ നേതാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ കാശ്മീരികളുടെ കാഴ്ചപ്പാട് മറിച്ചായിരുന്നു. വ്യത്യസ്ത മതവിഭാഗക്കാരായ അവർ തങ്ങളെ കാശ്മീരികളായാണ് കണ്ടിരുന്നത്. ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രസ്ഥാനം രാജാവിനെ പുറത്താക്കാൻ ആഗ്രഹിച്ചു. അവർ പാകിസ്ഥാനിൽ ചേരാൻ തയ്യാറില്ലായിരുന്നു. കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് മതേതര സംഘടനയായിരുന്നു. വാസ്തവത്തിൽ നെഹ്റു ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളോടും അദ്ദേഹത്തിന് നല്ല അടുപ്പമുണ്ടായിരുന്നു. 1947 ഒക്ടോബറിൽ പാകിസ്ഥാനിലെ ഗോത്രവർഗ്ഗക്കാർ കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറി. ഇന്ത്യയിൽ നിന്ന് സൈനിക സഹായം സ്വീകരിക്കാൻ രാജാവ് നിർബന്ധിതനായി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായത്തോടെ രാജാവ് നുഴഞ്ഞുകയറ്റക്കാരെ കാശ്മീർ താഴ്വരയിൽ നിന്ന് തുരത്തിയൊഴിച്ചു. രാജവാഴ്ചയ്ക്ക് തിരിച്ചടികൾ സംഭവിച്ചു. കാശ്മീരിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ ജനങ്ങളുടെ അഭിപ്രായം മാറേണ്ടി വന്നു. ഇന്ത്യയുമായി ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ, ഒരു കരാർ ഒപ്പിട്ട് ലയന കരാർ ഒപ്പിട്ടതിന് ശേഷം മാത്രമാണ് രാജാവിനെ ഇന്ത്യ സഹായിക്കാൻ തീരുമാനിച്ചത്. 1948 ഷെയ്ഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിൻ്റെ പ്രധാനമന്ത്രിയായി. ഗവൺമെൻറ്റിൻ്റെ തലവനെ അന്ന് പ്രധാനമന്ത്രി എന്നാണ് വിളിച്ചിരുന്നത്. ജമ്മു കാശ്മീരിൻ്റെ സ്വതന്ത്ര പരമാധികാരം നിലനിർത്തുന്നതിന് ഇന്ത്യ അന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. റൂട്ട്സ് ഓഫ് ദി കാശ്മീർ പ്രോബ്ലം. പ്രയർ ടു ഇൻഡിപെൻഡൻസ്, Jammu and Kashmir was under a Hindu prince Hari Singh. During discussion connected with independence, this princely state wanted to remain an independent state. In fact, the Hindu ruler Hari Singh had negotiations with both India and Pakistan to maintain an independent state. Leaders from Pakistan were under the impression that Kashmirs belonged to them because majority of the people in Kashmir region were Muslims. But the people of this region had a different views. They considered themselves as a Kashmiri above all things. The popular movement under Sheikh
Abdullah wanted to get rid of the Maharaja and he did not want to join Pakistan. The National Conference under the leadership of Sheikh Abdullah was a secular organization with close cities with the Congress. In fact, all leaders of the Congress, including Nehru, had a close personal friends in Sheikh Abdullah. In October 1947, tribal infiltrators from Pakistan came to Kashmir and Maharaja was forced to get military help from India. With Indian support, the Maharaja drew back the infiltrators from Kashmir Valley. When things returned to normality, the princely reign had a red shock. He had to get Kashmiri people's opinion about their own future. India had helped the Maharaja only after he had signed an instrument of accession with the government of India. Sheikh Abdullah became the Prime Minister of Jammu and Kashmir in 1948. India, on her part, agreed to maintain the autonomy of the state Jammu and Kashmir. This was the root of the Kashmir problem. Then what happened later in Kashmir, we will discuss it in next classes. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് റീജിയണൽ ആസ്പിറേഷൻസിനെ കുറിച്ചാണ്. പ്രധാനമായും 3 ചോദ്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഇന്ത്യാസ് അപ്രോച്ച് ടുവേർഡ്സ് ദി റീജിയണൽ ആസ്പിറേഷൻസ്? പ്രാദേശിക അഭിലാഷങ്ങളോടുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. രണ്ടാമത്തത്, ഏരിയാസ് ഓഫ് ടെൻഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രാദേശിക അഭിലാഷങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? മൂന്നാമത്തത്, വാട്ട് ആർ ദ ബേസിക് റീസൺ ഫോർ ദി കാശ്മീർ ഇഷ്യൂ? കാശ്മീർ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ എഴുതി എനിക്ക് അയച്ചു തരിക. ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.